ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. ബോബി ജയിലിലേക്ക്, ജാമ്യഹർജി കോടതി തള്ളി. വിധിക്ക് പിന്നാലെ ദേഹാസ്വാസ്ഥ്യം. കൊച്ചി. നടി ഹണിറോസ് നൽകിയ ലൈംഗികാധിക്ഷേപ പരാതിയിൽ പ്രമുഖ വ്യവസായി ബോബി ചെമ്മണൂരിനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും വ്യാജ ആരോപണങ്ങളാണ് തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നതെന്നുമുള്ള ബോബി ചെമ്മണൂരിന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ജഡ്ജി എ അഭിരാമി ബോബിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. വിധി കേട്ട ബോബി ചെമ്മണൂരിന് രക്തസമ്മർദ്ദമുയർന്നതിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. കോടതി മുറിക്കുള്ളിൽ വിശ്രമിക്കാൻ അനുവദിച്ച ബോബി ചെമ്മണൂരിനെ ആവശ്യമെങ്കിൽ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും. ശേഷം കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റും. ബോബി നിയമത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ആളല്ലെന്നും കുറ്റം ചെയ്തിട്ടില്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ അഭിഭാഷകന്റെ വാദം. ചില പരാമർശങ്ങൾ തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ആലക്കോട് നടന്ന ഉദ്ഘാടന പരിപാടിക്കിടെ അപമാനിച്ചു എന്നതും ശരിയല്ല. ആ പരിപാടിയുടെ ദൃശ്യങ്ങൾ നടി തന്നെ പങ്കുവച്ചിരുന്നു. മാത്രമല്ല, 4 മാസം മുൻപാണ് ഈ സംഭവം നടന്നത്. ഇപ്പോൾ മാത്രമാണ് ഇതിൽ പരാതി പറയുന്നത്. ഇത് അറസ്റ്റ് പോലും ചെയ്യേണ്ട കുറ്റകൃത്യമായിരുന്നില്ല. ആലക്കോട് നടന്ന പരിപാടിക്ക് ശേഷം പരാതിക്കാരിയുമായി സൗഹൃദമുണ്ട്. ഇതിന്റെ തെളിവുകളും ഹാജരാക്കാൻ തയ്യാറാണ്. അനുമതിയില്ലാതെ ശരീരത്തിൽ സ്പർശിച്ചു എന്നത് തെറ്റാണ് തുടങ്ങിയ വാദങ്ങളാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇക്കാര്യങ്ങൾ അംഗീകരിക്കാതെ കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. പ്രമുഖ അഭിഭാഷകരെ ഉൾപ്പെടെ അണിനിരത്തി ബോബി ചെമ്മണൂർ ഉയർത്തിയ വാദങ്ങളെയെല്ലാം പൊളിച്ചുകൊണ്ടാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഹണി തന്റെ വാദങ്ങൾ ഉയർത്തിയത്. തന്നെ നിരന്തരം പിന്തുടർന്ന് അധിക്ഷേപിച്ചുവെന്ന് പരാതിക്കാരി പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഹണിറോസ് നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് ലഭിച്ച ശേഷം കൂടുതൽ വകുപ്പ് ചുമത്തേണ്ടതുണ്ടോ എന്ന കാര്യം പരിശോധിക്കണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രതി സമ്പന്നനും സ്വാധീനശേഷിയുമുള്ള ആളാണ്. സാക്ഷികളെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും സാധ്യതയുണ്ട്. ബോബി ചെമ്മണൂർ വിദേശത്തടക്കം ബിസിനസ് ഉള്ളയാളാണ്. വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. പിന്തുടർന്ന് അവഹേളിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളതിനാൽ പരാതിക്കാരിയെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട്. പ്രതി ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന് മാത്രമല്ല, ഇത് പൊതുസമൂഹത്തിൽ എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കി ഇതേ കുറ്റകൃത്യം ആവർത്തിച്ചു കൊണ്ടിരുന്നുവെന്നും പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിച്ചു. വാളയാർ പീഡനക്കേസിൽ കുട്ടികളുടെ മാതാപിതാക്കളും പ്രതികൾ. CBI കുറ്റപത്രം. കൊച്ചി. വാളയാർ പീഡനക്കേസിൽ കുട്ടികളുടെ മാതാപിതാക്കൾ പ്രതികൾ. ഇവർക്കെതിരെ പ്രേരണക്കുറ്റം ചുമത്തി CBI കുറ്റപത്രം സമർപ്പിച്ചു. എറണാകുളം CBI 3ാം കോടതിയിലാണ് CBI തിരുവനന്തപുരം യൂണിറ്റ് കുറ്റപത്രം സമർപ്പിച്ചത്. കുട്ടികളുടെ പീഡനം സംബന്ധിച്ച് മാതാപിതാക്കൾക്ക് അറിവുണ്ടായിരുന്നുവെന്നാണ് CBI കണ്ടെത്തൽ. മാതാപിതാക്കൾ പീഡന വിവരം മറച്ചുവെച്ചെന്നും യഥാസമയം പോലീസിനെ അറിയിച്ചില്ലെന്നുമാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. പോക്സോ, IPC വകുപ്പുകളാണ് ചുമത്തിയത്. 2017 ജനുവരി 7-നാണ് അട്ടപ്പള്ളത്തെ വീട്ടിൽ 13 വയസ്സുകാരിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2017 മാർച്ച് 4-ന് ഇതേ വീട്ടിൽ സഹോദരിയായ 9 വയസ്സുകാരിയെയും തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. 2017 മാർച്ച് 6-ന് പാലക്കാട് ASP G പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. 2017 മാർച്ച് 12-ന് മരിച്ച കുട്ടികൾ പീഡനത്തിനിരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നെങ്കിലും 2019 ജൂൺ 22-ന് സഹോദരിമാരുടെ മരണം ആത്മഹത്യയെന്ന് രേഖപ്പെടുത്തി പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. 2019 ഒക്ടോബർ 9-നാണ് കേസിലെ ആദ്യ വിധി വന്നത്. 3ാം പ്രതിയായ ചേർത്തല സ്വദേശി പ്രദീപ് കുമാറിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. 2019 ഒക്ടോബർ 25-ന് പ്രതികളായ V മധു, M മധു, ഷിബു എന്നിവരെയും കോടതി വെറുതെ വിട്ടിരുന്നു. വഴിയടച്ച് സമരവും സമ്മേളനവും. MV ഗോവിന്ദനും ബിനോയ് വിശ്വവും കോടതിയിൽ നേരിട്ട് ഹാജരാകണം. കൊച്ചി. പൊതുവഴി തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കളോട് നേരിട്ടു ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം. തിരുവനന്തപുരം വഞ്ചിയൂർ, സെക്രട്ടേറിയറ്റ്, കൊച്ചി കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ റോഡ് തടസ്സപ്പെടുത്തിയും നടപ്പാതയിൽ സ്റ്റേജ് കെട്ടിയതും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെടുത്ത കോടതിയലക്ഷ്യ കേസുകളിലാണ് ജസ്റ്റിസുമാരായ അനിൽ K നരേന്ദ്രൻ, S മുരളീകൃഷ്ണ എന്നിവരുടെ നിർദ്ദേശം. ഫെബ്രുവരി 10-ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകണം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുൻ മന്ത്രി M വിജയകുമാർ, MLA-മാരായ V ജോയ്, കടകംപള്ളി സുരേന്ദ്രൻ, VK പ്രശാന്ത്, മുൻ MP A സമ്പത്ത് തുടങ്ങിയവരുൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ വഞ്ചിയൂരിൽ റോഡ് അടച്ചുകെട്ടി സമ്മേളനം നടത്തിയതിന് പോലീസ് കേസെടുത്തിരുന്നു. സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടപ്പാത അടച്ചുകെട്ടി സമരം നടത്തിയതിനാണ് ജോയിന്റ് കൗൺസിൽ സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ നേതാക്കളായ KP ഗോപകുമാർ, ജയചന്ദ്രൻ കല്ലിങ്ങൽ, OK ജയകൃഷ്ണൻ, CPI നേതാക്കളായ ബിനോയ് വിശ്വം, പന്ന്യൻ രവീന്ദ്രൻ തുടങ്ങിയവർക്കെതിരെ കേസെടുത്തത്. കൊച്ചിൻ കോർപ്പറേഷന് മുന്നിൽ നടത്തിയ ധർണയുടെ പേരിൽ കോൺഗ്രസ് MLA PJ വിനോദ്, മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തുടങ്ങിയവർക്കെതിരെയും കേസുകളുണ്ട്. ഇവരെല്ലാം കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. നേതാക്കൾ ഹാജരാകുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ട എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഇത്തരം വിഷയങ്ങൾ ലഘുവായി എടുക്കാൻ പറ്റില്ല. ഇത്തരത്തിൽ റോഡ് കയ്യേറിയും മറ്റും സമരങ്ങളും പരിപാടികളുമൊക്കെ സംഘടിപ്പിക്കുന്നത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കോടതി പറഞ്ഞു. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് ചീഫ് സെക്രട്ടറി,
സംസ്ഥാന ഡിജിപി എന്നിവരെ മാത്രം ഒഴിവാക്കുന്നുവെന്നും കോടതി വ്യക്തമാക്കി. വാഹനങ്ങളിൽ ബാർകോഡ് നിയമലംഘനത്തിന് ബ്ലാക്ക് പഞ്ച് പ്രതിഷേധങ്ങൾ അംഗീകരിക്കാനാകില്ല. തിരുവനന്തപുരം കേരളത്തിൽ ജിയോ ഫെൻസിംഗ് നടപ്പാക്കി വാഹനങ്ങളുടെ വേഗത നിരീക്ഷിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. വാഹനങ്ങളിൽ ബാർകോഡ് പതിപ്പിക്കും. റോഡിൽ പലയിടങ്ങളിലായി സ്ഥാപിക്കുന്ന ജിയോ ഫെൻസിംഗ് വഴി വാഹനങ്ങളുടെ വേഗത കണക്കാക്കും. അമിത വേഗതയിൽ കടന്നുപോകുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഓരോ ഗതാഗത നിയമലംഘനത്തിനും ലൈസൻസിൽ ബ്ലാക്ക് പഞ്ചിംഗ് നടപ്പാക്കുന്നത് പരിഗണനയിലാണ്. നിശ്ചിത എണ്ണം ബ്ലാക്ക് പഞ്ചുകൾ വന്ന ലൈസൻസുകൾ റദ്ദാകും. ഇത് നടപ്പാക്കുന്നതോടെ തുടർച്ചയായുണ്ടാകുന്ന നിയമലംഘനങ്ങൾ തടയാനാകും. സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്കുള്ള യാത്രാ കൺസെഷനു വേണ്ടി ആപ്പ് നിലവിൽ വരും. ഏതെങ്കിലും കാരണത്താൽ ലൈസൻസ് നഷ്ടമായാൽ തിരികെ ലഭിക്കാനുള്ള നടപടികൾ എളുപ്പമാകില്ലെന്നും മന്ത്രി പറഞ്ഞു. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡ് കയ്യേറി നടത്തുന്ന കച്ചവടങ്ങൾ, റോഡരികിലെ പാർക്കിംഗ് എന്നിവ കർശനമായി തടയും. ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ അംഗീകരിച്ചു കൊടുക്കാനാവില്ല. അപകടം ഒഴിവാക്കുന്നതിനായി കൊണ്ടുവരുന്ന നടപടികളെല്ലാം പ്രതിഷേധം കൊണ്ട് തകർക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചപ്പോഴും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം കൊണ്ടുവന്നപ്പോഴും പ്രതിഷേധമുണ്ടായി. അപേക്ഷിക്കുന്നവരിൽ ഭൂരിപക്ഷവും വിജയിക്കുന്ന ടെസ്റ്റിൽ നിന്ന് ഇപ്പോൾ വിജയം 50% കുറഞ്ഞത് കാര്യക്ഷമമായ രീതിയിൽ ടെസ്റ്റ് നടത്താൻ തുടങ്ങിയപ്പോഴാണ്. ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഇതുവരെ KSRTC ഫീസിനത്തിൽ ലഭിച്ച 46 ലക്ഷം രൂപയിൽ 11 ലക്ഷം രൂപ ലാഭമാണ്. അതുകൊണ്ടുതന്നെ കേൾക്കുന്നതെല്ലാം സത്യമല്ലെന്ന് പൊതുജനങ്ങളും മാധ്യമങ്ങളും മനസ്സിലാക്കണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. റോഡിലിറങ്ങുന്ന എല്ലാവർക്കും ഗതാഗത സംസ്കാരം ബാധകമാണ്. റോഡിൽ വാശിയുടെ ആവശ്യമില്ല. പരസ്പര ബഹുമാനത്തോടെ പെരുമാറാൻ തയ്യാറാകണം. ആദ്യം വാഹനവുമായെത്തിയവരെയും കൂടുതൽ യാത്രക്കാരുള്ള വലിയ വാഹനങ്ങളെയും ആദ്യം കടന്നുപോകാൻ അനുവദിക്കണം. റോഡിലെ മുൻഗണനകൾ നിശ്ചയിക്കുന്നതിൽ നിന്ന് നമ്മളെ ഏത് സംസ്കാരമാണ് തടയുന്നതെന്ന് സ്വയം പരിശോധിക്കണം. തുച്ഛമായ ലാഭത്തിനു വേണ്ടിയാണ് പലപ്പോഴും ബസ്സുകൾ അമിത വേഗത്തിലോടുന്നത്. ഒരു ജീവൻ പൊലിയുമ്പോൾ കുടുംബാംഗങ്ങളാണ് അനാഥമാകുന്നത്. അപകടത്തിൽ കുഞ്ഞുങ്ങൾ മരിച്ച വീടുകളിലെത്തുമ്പോൾ അവരുടെ അച്ഛനമ്മമാരെ എന്ത് പറഞ്ഞാണ് സമാധാനിപ്പിക്കാനാവുകയെന്ന് ചിന്തിക്കണം. KSRTC ബസ്സുകൾ അപകടത്തിൽപ്പെട്ട കേസുകൾ വർഷങ്ങളോളം നടത്തുമ്പോൾ 1 കോടി രൂപയോളമാണ് നഷ്ടം വരുന്നത്. ഡ്രൈവിംഗ് കുറ്റകൃത്യങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതിനായി സിവിലിയൻ ആപ്പ് യുവാക്കൾ ഉപയോഗിക്കണം. ഓരോ വ്യക്തിയും നിയമപാലകരും നിരീക്ഷകരുമായാൽ അപകടങ്ങൾ വലിയ തോതിൽ കുറയ്ക്കാനാകുമെന്ന് മന്ത്രി പറഞ്ഞു. ചോദ്യക്കടലാസ് ചോർച്ച, ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി, ഹൈക്കോടതിയെ സമീപിക്കാൻ നീക്കം. കോഴിക്കോട് ചോദ്യക്കടലാസ് ചോർച്ചയിൽ കൊടുവള്ളി MS സൊല്യൂഷൻസ് ഉടമ മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ഹൈക്കോടതിയെ സമീപിക്കാൻ ഷുഹൈബ് നീക്കം നടത്തുന്നതായാണ് വിവരം. ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നേക്കും. ചോദ്യം ചെയ്യലിനു ഹാജരാകണമെന്ന് ഷുഹൈബിനോടും MS സൊല്യൂഷൻസിലെ മറ്റ് 2 അധ്യാപകരോടും ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടെങ്കിലും ഹാജരായിരുന്നില്ല. ഷുഹൈബ് ഉൾപ്പെടെയുള്ളവർ ഒളിവിലാണ്. ഷുഹൈബിനെതിരെ തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ജാമ്യഹർജിയിൽ വിധി പറയുന്നത് നേരത്തെ 2 തവണ മാറ്റിയിരുന്നു. വഞ്ചന, തട്ടിപ്പ്, ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകളാണ് ഷുഹൈബിനെതിരെ ക്രൈംബ്രാഞ്ച് ചുമത്തിയിരിക്കുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ പരീക്ഷയുടെ വിശ്വാസ്യത തകർക്കുന്ന തരത്തിൽ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ചോദ്യക്കടലാസുകൾ ഓൺലൈൻ സ്ഥാപനങ്ങൾക്ക് ചോർത്തിക്കൊടുക്കുന്ന ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നതായി സംശയിക്കുന്നുണ്ടെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. കോടതി നിർദ്ദേശമനുസരിച്ച് അധിക റിപ്പോർട്ടും ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. റിപ്പോർട്ടുകൾ വിശദമായി പരിശോധിച്ച ശേഷമാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. താമരശ്ശേരി ചുരം 2ാം വളവിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞു. പരിക്കേറ്റ യുവാവിന്റെ പോക്കറ്റിൽ നിന്ന് MDMA. കോഴിക്കോട് താമരശ്ശേരി ചുരം 2ാം വളവിന് സമീപം ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. കൈതപ്പൊയിൽ സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനിടെ പരിക്കേറ്റ ഒരാളുടെ പോക്കറ്റിൽ നിന്നും MDMA കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. വാഹനത്തിൽ ഇനിയും MDMA ഉണ്ടെന്ന സംശയത്തിലാണ് പോലീസ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വാഹനം ഉയർത്തി പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. സംഭവവുമായി ബന്ധപ്പെട്ട് യുവാക്കളെ പോലീസ് ചോദ്യം ചെയ്യും. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സംരംഭക സഭ. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തും വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സംരംഭക സഭ 2025 ജനുവരി 13-ാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2-ന് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കും. കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ പഞ്ചായത്ത് പരിധിയിലെ വിവിധ ബാങ്കുകൾ, മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നതാണ്. ആയതിനാൽ പുതിയതായി സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും നിലവിൽ സംരംഭമുള്ളവർക്കും സംശയനിവാരണത്തിനും നൂതന ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനും സംരംഭക സഭ ഉപകാരപ്രദമായിരിക്കും. സംരംഭകരുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ സഭയിൽ അവതരിപ്പിക്കാവുന്നതാണ്. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ സംരംഭകരെയും സംരംഭം തുടങ്ങുവാൻ താൽപ്പര്യപ്പെടുന്നവരെയും സംരംഭക സഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ADA 7025616276. കനിവ് റബ്ബർ ടാപ്പേഴ്സ് അസോസിയേഷൻ കോടഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരണം.
കോടഞ്ചേരി കനിവ് റബ്ബർ ടാപ്പേഴ്സ് അസോസിയേഷൻ കോടഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരണവും ID കാർഡ് വിതരണവും 2025 ജനുവരി 10 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നെല്ലിപ്പൊയിൽ ജംഗ്ഷനിൽ കരിക്കണ്ടത്തിൽ സന്തോഷിന്റെ പച്ചക്കറിക്കടയുടെ മുകളിലെ നിലയിൽ വെച്ച് നടക്കുകയാണ്. പ്രസ്തുത മീറ്റിംഗിലേക്ക് എല്ലാ ടാപ്പിംഗ് തൊഴിലാളികളെയും ക്ഷണിക്കുന്നു. റബ്ബർ ബോർഡ് ടാപ്പിംഗ് തൊഴിലാളികൾക്കായി ആരംഭിച്ച ഗ്രൂപ്പ് ഇൻഷുറൻസിനെക്കുറിച്ചും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവർക്ക് വിവരം ലഭിക്കുന്നതാണ്. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് ഗ്രാമസഭ അറിയിപ്പ്. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് ഗ്രാമസഭ താഴെ കൊടുത്ത അജണ്ട പ്രകാരം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. വാർഡിലെ മുഴുവൻ വോട്ടർമാരും ഗ്രാമസഭയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് കൃത്യസമയത്ത് തന്നെ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് വാർഡ് മെമ്പർ ചിന്ന അശോകൻ അഭ്യർത്ഥിക്കുന്നു. 2025 ജനുവരി 12 പകൽ 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. സ്ഥലം കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയം. അജണ്ട 1. 2025 മുതൽ 26 വരെ വാർഷിക പദ്ധതി രൂപീകരണം. 2. ക്ലീൻ ഗ്രീൻ കോടഞ്ചേരി വലിച്ചെറിയൽ മുക്ത വാരാചരണം. 3. 2024 മുതൽ 25 വരെ വാർഷിക പദ്ധതി അഡീഷണൽ ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിക്കുന്നത് സംബന്ധിച്ച്. 4. സോഷ്യൽ ഓഡിറ്റ് ദേശീയ സാമൂഹ്യ സഹായ പെൻഷൻ പദ്ധതി NSAP PMEY. മഞ്ഞുവയൽ സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ ഇടവക തിരുനാളിന് നാളെ കൊടിയേറും. കോടഞ്ചേരി മഞ്ഞുവയൽ സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ ഇടവക തിരുനാളിന് നാളെ കൊടിയേറും. ജനുവരി 10, 11, 12 തീയതികളിലാണ് തിരുനാൾ നടത്തപ്പെടുന്നത്. നാളെ വൈകിട്ട് 5-ന് കൊടിയേറ്റ് വിശുദ്ധ കുർബാന നൊവേന, 7-ന് ബൈബിൾ നാടകം, 11-ന് ശനിയാഴ്ച രാവിലെ 6:30-ന് വിശുദ്ധ കുർബാന, വൈകിട്ട് 5:30-ന് തിരുനാൾ കുർബാന ലതീഞ്ഞ്, തുടർന്ന് ആകാശ വിസ്മയം, 12-ന് രാവിലെ 6:30-ന് വിശുദ്ധ കുർബാന, വൈകിട്ട് 5-ന് തിരുനാൾ കുർബാന ലതീഞ്ഞ്, പ്രദക്ഷിണം. തിരുനാളിന് മുന്നോടിയായി ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ബ്രോട്ടോ വെഞ്ചരിപ്പു കർമ്മവും തുടർന്ന് പുതിയതായി നിർമ്മിച്ച സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിന്റെ വെഞ്ചരിപ്പു കർമ്മവും ഉദ്ഘാടനവും താമരശ്ശേരി രൂപത വികാരി ജനറൽ ഫാദർ ജോയ്സ് വയലിൽ നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജോർജ് കറുകമാലിൽ സഹകാർമ്മികനായിരുന്നു. ഇടവക ദിനാചരണവും കുട്ടികളുടെ കലാപരിപാടികളും സ്നേഹവിരുന്നും നടക്കും. കെയർ ടേക്കറെ നിയമിക്കുന്നു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കോടഞ്ചേരി പകൽ വീട്ടിലേക്ക് താൽക്കാലിക ഒഴിവിലേക്ക് കെയർ ടേക്കറെ നിയമിക്കുന്നു. താൽപ്പര്യമുള്ളവർ 2025 ജനുവരി 14 ബുധനാഴ്ച പകൽ രാവിലെ 10:30-ന് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്ന നേരിട്ടുള്ള അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.